ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാനിവിടെ വരിഞ്ഞൻ ടവറിൽ ആദ്യമായിട്ട് പാസ്റ്റർ എടുത്ത് ഞാൻ ടി വി കണ്ട് വന്നതാണ്. പക്ഷേ ഓരോ വട്ടവും വരുമ്പോഴും ഇപ്പം ഞാൻ ഒത്തിരി ദിവസമായി കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നേ, പിന്നെ ഇന്ന് ഓരോ വട്ടം വന്നിട്ട് പോകുമ്പോൾ എനിക്ക് കർത്താവ് വലിയ അത്ഭുതങ്ങൾ, നമ്മൾ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത കാര്യങ്ങളെന്ന പോലെ കർത്താവ് ഓരോന്നും ചെയ്യും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ കാശ്മീരിലായിരുന്നു യുദ്ധസമയത്ത്. ഇവിടെ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ആ ദിവസം തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അവിടെ യുദ്ധം, പാസ്റ്ററിന് അറിയാവുന്നേ, അന്നേരം ആ നിമിഷം തന്നെ അവിടെ യുദ്ധം നിർത്തിവെച്ച് ഇവിടെ വന്നവർക്കെല്ലാം അറിയാം. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ ഇവിടെ കിടന്നിട്ടുണ്ട്. അങ്ങനെ കിടക്കുന്ന ദിവസമെല്ലാം എന്നോട് മോൻ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. മോൻ എന്നെ വിളിച്ചിട്ട് പറയും, ഇവിടെ എന്ന് കിടന്നിട്ടുണ്ടോ ആ ദിവസങ്ങളിലൊക്കെയാണ് പറയുന്നത്. അന്ന് എന്നെ പറയും റിസൾട്ട് അറിഞ്ഞ് ഓരോ സെമ്മിൻ്റെയും റിസൾട്ട് അറിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ എല്ലാവർക്കും നന്ദി. ആമേൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു കൂട്ടം ആൾക്കാർ ഇതിനകത്ത് കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ സഹോദരി മാത്രം ഭാരതത്തിലായിരുന്നു. കാരണം കാശ്മീരിൽ ആ യുദ്ധത്തിലാണ് തൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്നത്. പക്ഷേ സഭ അന്ന് ഇവിടെ വൈകിട്ടത്തെ സെഷന് 4 മണിക്ക് കൂടുന്ന സെഷന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 5:30 കഴിഞ്ഞപ്പോഴത്തേക്ക് സഹോദരിക്ക് കോള് വന്നു, യുദ്ധം നിർത്തിവെച്ചു എന്നുള്ളത്. ഹല്ലേലൂയ, യുദ്ധം നിർത്തിവെച്ചു എന്നുള്ളത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ കൂട്ടമായുള്ള പ്രാർത്ഥനയിൽ ദൈവപ്രവൃത്തി നടക്കും. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുന്നത്. ഇത് നമ്മുടെ കഴിവല്ല പ്രിയരെ, ഇത് നമ്മുടെ മിടുക്കല്ല. ഒരു സ്ഥലത്ത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി നിൽക്കുകയാണ്. ആ മഹത്വം വർദ്ധിക്കേണ്ടതിനായി, ആ വിടുതൽ വർദ്ധിക്കേണ്ടതിന് വേണ്ടി, വേഗത വർദ്ധിക്കേണ്ടതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതൊന്നും വന്ന വഴിയെ മറക്കരുത്. ദൈവം നടത്തിയതിന് മഹത്വം കൊടുക്കണം.